ടീച്ചർ കണ്ടപ്പോൾ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? അത് നമ്മുടെ ഒരു കഷായം കാണുന്നു. പിന്നെ കുറച്ച് എന്താണ് ഫീമെയിൽ ഓറിയന്റഡ് മൂവിയാണ്. കഷായം കാണുന്ന കുറച്ച് ഫീമെയിൽ ഓറിയന്റഡ് മൂവിയാണെന്ന് അങ്ങനെയല്ല. ഇപ്പോൾ ലേറ്റസ്റ്റ് ഞാൻ മധുവിധു എന്ന് പറഞ്ഞ വെബ് സീരീസ് ചെയ്തു. നിതിൻ രഞ്ജി പണിക്കറിന്റെ സുരാജേട്ടനാണ് അതിനകത്ത് നായകൻ. വെബ് സീരീസ് ചെയ്തോണ്ട് ഈ പടം ചെയ്യാതെ അല്ല ചെയ്തു. ഒന്നും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നില്ല സ്നേഹം. അത് നീ സന്തോഷത്തോടെ ആണെങ്കിൽ സന്തോഷത്തോടെ തന്നെ ഇരിക്കണം, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് തന്നെ ഒന്ന് സന്തോഷിക്കണം എന്ന് പറയുന്നതാണ് എന്ത് പ്രണയം. വേറെ ആളായിട്ട് സന്തോഷിക്കാൻ പോയ അവസ്ഥ അപ്പൊ ഷൈനി ഇമേജിനെ അതിനെപ്പറ്റി ചിന്തിക്കാറില്ല. ഇമേജ് പോകുമോ? ഇല്ല, കാരണം എന്താ വെച്ചാൽ എനിക്ക് അതിനോട് മോശം ഇമേജുകളൊക്കെ ഉണ്ടായിരുന്നു. എൻ്റേതാണ് നീ, നിൻ്റേതാണ് ഞാൻ, നമുക്ക് നമ്മുടെ ലോകം അങ്ങനെയല്ലേ, നമുക്ക് വേറെ ഏതെങ്കിലും ഗ്രഹത്തിൽ പോയി. റിപ്പോർട്ടറിനൊപ്പം ഷൈൻ ടോം ചാക്കോയും ഗ്രേസ് ആന്റണിയുമാണ്. നമസ്കാരം. വിവേകാനന്ദൻ വൈറലാണ്, അതാണല്ലോ പുതിയ വിശേഷം. ടീസറും ട്രെയിലറും കണ്ടു. ടീസറാണല്ലോ ആദ്യം ഇറങ്ങിയത്. അപ്പോൾ ടീസറിൽ കുറച്ച് ഫണ്ണി ആയിട്ട് ഷൈൻ ടോം ചാക്കോയാണ് അതിനകത്തിൽ നിറഞ്ഞിരിക്കുന്ന ഒരു ഫണ്ണി ക്യാരക്ടർ, ചിരിപ്പിക്കുന്നതാണ്. പക്ഷെ ട്രെയിലറിൽ വരുമ്പം കുറച്ചും കൂടെ സീരിയസ് ആണ്. എന്താണ് ശരിക്കും ഒരു ക്രൈം അല്ലെങ്കിൽ അങ്ങനെ ഒരു മിസ്റ്ററി പോലത്തെ ഒരു സിനിമയാണ്, അതൊരു സാധാരണ ഫാമിലി സിനിമയാണ്. എന്താണ് വിവേകാനന്ദൻ വൈറലാണ് എന്ന് പറയുന്നത്? പറഞ്ഞോളൂ ഗ്രേസ്. ഇതൊരു ഫാമിലി ഓറിയന്റഡ് മൂവി തന്നെയാണ്. ഫാമിലി കണ്ടിരിക്കേണ്ട സിനിമ തന്നെയാണ്. ഫാമിലിയിൽ നടക്കുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന സിനിമയാണ്. ഇപ്പോൾ ശരിക്കും സംസാരിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് വിവേകാനന്ദൻ എന്ന് പറഞ്ഞ സിനിമയിൽ. നമ്മുടെ മെയിൻ കഥാ പ്ലോട്ട് അത് തന്നെയാണ്. ആദ്യമേ നമ്മൾ ടീച്ചറിൽ കുറച്ചൊരു കോമഡി ആയിട്ട് നമ്മൾ ആൾക്കാരെ ഒന്ന് മിസ്ലീഡ് ചെയ്യാനായിട്ട് എന്താണ് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയത് കണ്ടപ്പോൾ? ആദ്യം നമ്മൾ വിചാരിക്കുന്ന ഒരു ഫാമിലി എന്റർടൈനർ എന്നുള്ളൊരു മോഡലാണ്. എന്റർടൈനർ ആണെങ്കിൽ ആ വിഷയം എന്താണെന്ന് പിടികിട്ടിയ ടീച്ചർ കണ്ടപ്പോൾ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? അത് നമ്മുടെ ഒരു കഷായം കാണുന്നു. കുറച്ച് എന്താണ് ഫീമെയിൽ ഓറിയന്റഡ് മൂവിയാണ്. കഷായം കാണുന്ന കുറച്ച് ഫീമെയിൽ ഓറിയന്റഡ് മൂവിയാണെന്ന് അങ്ങനെയല്ല, ഒരു സീരിയസ് ഒരു പൊളിറ്റിക്സ് പറയാൻ ശ്രമിക്കുന്നുണ്ട്. ഏത് നമ്മുടെ നാട്ടിലെ പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ കഥ അല്ലല്ല, ഒരു സ്ത്രീപക്ഷ സിനിമയാണ്, അല്ലെങ്കിൽ കൂടുതൽ പറയുന്ന സിനിമ ഒരു വിഷയം ചർച്ച ചെയ്യുന്ന ഒരു സിനിമ. സ്ത്രീകൾ മാത്രമാണോ നേരിടുന്നത്? അല്ല, സ്ത്രീകളും പുരുഷന്മാരും അടങ്ങിയ സമൂഹത്തില് നേരിടുന്ന വിഷയങ്ങൾ അല്ലേ? അതിൽ സ്ത്രീകളെ സപ്പോർട്ട് ചെയ്തിട്ട് ഉള്ള ക്യാരക്ടേഴ്സും വരുന്നുണ്ടല്ലോ അല്ലേ? അത് അപ്പോൾ അങ്ങനെ കാണുന്നത് നിങ്ങളപ്പോൾ സ്ത്രീകൾക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും ഇങ്ങനെ ഉദ്ദേശിച്ചത് അല്ല. എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് കാണുമ്പോൾ അങ്ങനെയാണ്. ട്രെയിലർ എന്ന് പറയുമ്പോൾ അത്ര ക്ലാരിറ്റി ഉള്ളല്ലോ, എന്നാലും അത് ടീച്ചറിനെക്കാളും കുറച്ചുകൂടി ഉണ്ടല്ലോ. അതിൽ വേറെ എന്തെങ്കിലും ഐഡിയകൾ കിട്ടിയോ നിങ്ങൾക്ക്? പ്രത്യേകിച്ച് വേറെ ഒന്നും കിട്ടിയില്ല. അതിന് സിനിമ കാണുമ്പോഴല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഭാഗ്യം, അതിനായിരുന്നു ഞങ്ങൾ ശ്രമിച്ചത്. കാരണം ഇന്ന് ഒന്നോ രണ്ടോ ഷോട്ടുകൾ കാണിക്കുമ്പോൾ തന്നെ പിള്ളേര് ഫുള്ള് കത്ത് പറയും, താഴെ വന്നുണ്ട്. അപ്പോൾ സിനിമേനെ ഭയങ്കര സീരിയസ് ആയിട്ട് ചർച്ച ചെയ്യുന്ന ഒരു യങ്സ്റ്റേഴ്സിന്റെ ഇടയിലാണല്ലോ ജീവിക്കുന്നത്. അപ്പം ഇപ്പോൾ ട്രെയിലർ പോലും ഡീകോഡ് ചെയ്ത് സിനിമ എന്താണെന്ന് പറയുന്ന ഒരു കാലഘട്ടമാണ്. അങ്ങനെ ഡീകോഡുകൾ എന്തെങ്കിലും കണ്ടോ ഇതിന് ട്രെയിലറിന്? ഞാനങ്ങനെ ശ്രദ്ധിച്ചില്ല, കണ്ടിട്ടില്ല. അപ്പം ഇതിന്റെ ഐഡിയ ഒന്നുമില്ല. അതെ, കമൽ സാറിന്റെ ഒരു എക്സ്പെരിമെന്റൽ അങ്ങനെ ഒരു സംഭവമാണ്. കമൽ സാർ ഇതുവരെ ടച്ച് ചെയ്യാത്തൊരു ജോണറാണെന്ന് പറയുന്നത്. ജോണർ എന്നല്ല, വിഷയം നമ്മൾ അധികം ചർച്ച ചെയ്യാത്തതും നമ്മളെല്ലാവരും മൂടി വെക്കുന്നതുമായ ഒരു വിഷയമാണ്. കാരണം ഇത് ആരും നമ്മൾ സുഹൃത്തുക്കൾ പോലും, അല്ലെങ്കിൽ രണ്ട് വ്യക്തികൾ തമ്മിലാണല്ലോ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എപ്പോഴും. അത് ഏറ്റവും അടുത്തുള്ളവർ, അറിയേണ്ടവർ പോലും അറിയിക്കാറില്ല. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമുക്കറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷെ ആരും അങ്ങോട്ട് ഡിസ്കസും ചെയ്യില്ല. അത് ഒരു പ്രശ്നമായിട്ട് ആരും കാണുന്നുമില്ല. കാരണം അതല്ലേ, എന്താണെന്നാണ് അവർ ചോദിക്കുന്നത്. അതാണ് അത് എന്താണെന്നുള്ളത് ഒരാളുടെ ലൈംഗികതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണത്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്, എന്താണ് ഇത് സംഭവം എന്നുള്ളത് ആരും ഡിസ്കസ് ചെയ്തിട്ടില്ല. അത് എവിടെ നടക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫാമിലിയിൽ നടക്കുന്ന, നമ്മൾ ആരും ചർച്ച ചെയ്യാൻ മുതിരാത്ത, കുറച്ച് മടിച്ചു നിൽക്കുന്ന ഒരു വിഷയമാണ്. പക്ഷെ ഇപ്പോഴത്തെ ഒരു യങ്സ്റ്റേഴ്സിന്റെ ഇടയിൽ ഇങ്ങനത്തെ ഇപ്പൊ ലൈംഗികതയെ കുറിച്ചാണെങ്കിലും ജെൻഡർ ഇക്വാളിറ്റിനെ കുറിച്ചാണെങ്കിലും സംസാരിക്കുന്ന ഒരു സമൂഹമാണല്ലോ ഇപ്പം. എന്താ സംസാരിച്ചത് ലൈംഗികതയെ കുറിച്ചിട്ട്? ലൈംഗികത ആണിനും പെണ്ണിനും സംതൃപ്തരാണോ ലൈംഗികതയിൽ നമ്മുടെ സമൂഹത്തിൽ? ആണോ? നിങ്ങൾ സംതൃപ്തരാണോ? ഞാൻ സംതൃപ്തനാണോ? എന്താണ് ഇതിനെക്കുറിച്ച് ആരെങ്കിലും നമുക്ക് പറഞ്ഞു തരുന്നുണ്ടോ? ആരെങ്കിലും നമ്മൾക്കുള്ള പ്രശ്നങ്ങൾ ഇത് പ്രശ്നങ്ങളാണോ എന്നറിയുന്നുണ്ടോ, ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ടോ? അതോ ഇത് എന്തെങ്കിലും മേൽക്കോൾ എന്താ പറയുക, ഒരാളെ കീഴ്പ്പെടുത്താനുള്ളതാണോ, അല്ലെങ്കിൽ
കീഴ്പ്പെടുത്തിയിട്ട് ചെയ്യേണ്ടതാണോ അതോ ഇഷ്ടത്തോടെ ചെയ്യേണ്ടതാണോ രണ്ടുപേരും സമ്മതത്തോടെ ചെയ്യേണ്ടതാണോ ആർക്കെങ്കിലും വ്യക്തതയുണ്ടോ? ഉണ്ടാവും? ഇല്ല. ഉണ്ടാ? ഇത് നിങ്ങളെപ്പോഴും ഡോമിനേറ്റ് ചെയ്തിട്ടുണ്ടോ? പുരുഷനാണോ എപ്പോഴും ഡോമിനേറ്റ് ചെയ്യുന്നത് ലൈംഗികതയിൽ? അത് സ്ത്രീയാണോ ഡോമിനേറ്റ് ചെയ്തത്? എന്താണ് ഇത്? അങ്ങോട്ടും ഇങ്ങോട്ടും ആരും ഭാര്യ ഭർത്താവാണെങ്കിൽ പോലും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. താൻ സംതൃപ്തയായോ, നിങ്ങൾ സംതൃപ്തനാണോ അല്ലേ, അങ്ങനെയുള്ള സംസാരങ്ങൾ ഉണ്ടാവുന്നില്ലല്ലോ. ഇത് കഴിഞ്ഞാൽ അറിയാത്ത പോലെ അല്ലേ നിൽക്കുക. അല്ല, ഞാൻ അങ്ങനെ സിറ്റുവേഷൻസ് ആദ്യം ഒക്കെ നമുക്കുണ്ടായിരുന്നു. ഞാനൊരു ആണെന്ന രീതിയിൽ ആണത്തം എന്ന് വിചാരിച്ചിരുന്നത് കൂടുതൽ പെൺകുട്ടികളെ വളയ്ക്കുന്നതിലും അവർ മനസ്സിലായ കൂടുതൽ പെൺകുട്ടികളുമായി അതാണ് ആണത്തത്തിന്റെ ഒരു മെയിൻ ഘടകം. അതായത് കൂടുതൽ ലൈനുകളുള്ള അല്ലേ, റോമിയോ കാസിനോവ അങ്ങനെയുള്ള പദപ്രയോഗങ്ങളുണ്ടാവും. റോമിയോ കാസിനോവ എന്നൊക്കെ പറയും. അപ്പോൾ സ്ത്രീകളിലേക്ക് വരുമ്പോൾ ഈ വിഷയം എങ്ങനെയാവും? ഒരുപാട് പേരെ സ്നേഹിക്കുകയും എന്താണ് വളരെ മോശപ്പെട്ടതായിട്ടല്ല കാണുന്നത്. അപ്പോൾ എങ്ങനെ ഇക്വാലിറ്റിയും ഇത്ര കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു ചെറുപ്പക്കാരുടെ ഇടയിലും അങ്ങനെ തന്നെയാണോ ഇപ്പോഴും? ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ഇപ്പം മാറ്റം വന്നെങ്കിലും ഇപ്പോഴും അതേപോലെ തന്നെയല്ലേ കാണുന്നത്. അപ്പം പിന്നെന്താ ഇക്വാലിറ്റി അവിടെ? ഇപ്പം ഞാനൊരു മസാജ് സ്പായിൽ പോയി കഴിഞ്ഞാൽ അവിടെ ക്രോസ് മസാജ് ഉണ്ട് ഇല്ലേ? ആൺകുട്ടിയെ വന്നിട്ട് ഒരു പെൺകുട്ടി ചെയ്യും. പക്ഷെ ഒരു പെൺകുട്ടീനെ ഒരു ആൺകുട്ടി വന്ന് മസാജ് ചെയ്യുന്നില്ലല്ലോ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? മസാജിന് പോയിട്ടുണ്ടോ? ഇല്ല. മസാജിന് പോയിട്ടുണ്ടോ? ഇല്ല. മസാജിന് പോവാത്ത ആളുകളുള്ള സ്ഥലത്ത് എത്ര മസാജ് പാർലറുകളാണെന്നറിയോ നമ്മുടെ കേരളത്തിലുള്ളത്? അവിടെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇവിടെ ക്രോസ് മസാജ് എന്ന് പറഞ്ഞാൽ ആണുങ്ങൾക്ക് പെണ്ണുങ്ങളും ചെയ്യും. പക്ഷെ പെണ്ണിനാണ് ചെയ്യും. അത് പറ്റില്ല. അതെങ്ങനെ ശരിയാവും? അപ്പോൾ അവിടെ ഇക്വാലിറ്റി ഉണ്ടോ? നമ്മൾ പറയുന്ന ഇക്വാലിറ്റി ഉണ്ട്. ഭയങ്കര ഡെവലപ്ഡായ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സൊസൈറ്റി ആണെങ്കിലും പണ്ടത്തേക്കാൾ സങ്കുചിതമായിക്കൊണ്ടിരിക്കുകയാണ് ഈ കാര്യങ്ങൾ അല്ലേ? ഒരു ആണിനും പെണ്ണിനും തമ്മിൽ കല്യാണം കഴിപ്പിച്ച് കൊടുക്കുന്ന സമയത്ത് ഈ ആണിന് പെണ്ണിനോട് താല്പര്യമുള്ള ആണാണെന്ന് ചോദിക്കുന്നുണ്ടോ? അച്ഛനും അമ്മയും പെൺകുട്ടികളോട് ചോദിക്കുന്നേ ആണിനെ തന്നെയാണ് ഇഷ്ടം അത് പെണ്ണിനെ ഇഷ്ടമെന്ന്? അങ്ങനത്തെ സംഭവങ്ങളില്ലേ? ഇവർ തമ്മിൽ കല്യാണം കഴിപ്പിച്ച് കൊടുക്കും. എന്നിട്ട് ഇവന് ലൈംഗികത ഇഷ്ടമുണ്ടോ, ലൈംഗികതയിൽ എന്തെങ്കിലും പേടിയുണ്ടോ, എന്തെങ്കിലും താല്പര്യമുണ്ടോ എന്ന് പോലും ചോദിക്കുന്നില്ല. അവൻ്റെ സ്വത്ത് വകകൾ, ജോലി, പറമ്പ് ഇതൊക്കെയാണ് അന്വേഷിക്കണം. ഇതുകൊണ്ടൊന്നും നടക്കില്ലല്ലോ കാര്യം. അങ്ങനെ പറയാൻ മടിച്ചു നിൽക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് സിനിമ ചർച്ച ചെയ്യുന്നത്. അങ്ങനെ പറയാൻ മടിച്ചു നിൽക്കുന്നത് കൊണ്ടും അത് പറഞ്ഞാൽ താൻ മോശപ്പെട്ട ആളാവുകയോ നമ്മൾ ആകെ നമ്മുടെ ജീവിതം തകർന്നു പോവുകയോ ആണ് എന്ന് വിചാരിച്ചത് ഉള്ളിൽ വെച്ച് എപ്പോഴെങ്കിലുമൊക്കെ ഇത് പൊട്ടിത്തെറിക്കും അല്ലേ? ഇന്നത്തെ കാലത്ത് അത് കുറച്ചും കൂടി കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നു. അല്ലെങ്കിൽ അങ്ങനത്തെ സൈക്കോളജിസ്റ്റുകൾ കൗൺസിലിങ്ങുകളൊക്കെ ഇപ്പോൾ കുറച്ചും കൂടി ഉണ്ട് അല്ലേ? ഇപ്പോൾ നമ്മൾ പാഠ്യ പദ്ധതിയിലാണെങ്കിൽ കൂടി സെക്സ് എഡ്യൂക്കേഷൻ തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് എന്താ എടുക്കണമെന്നുള്ളതൊന്നും അറിയില്ല. അന്നത്തേക്കാൾ കുറച്ചും കൂടി മാറ്റം വരുന്നു. തുടങ്ങിയിട്ടില്ല, ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ഉൾപ്പെടുത്താൻ പോകുന്നു അല്ലേ? ഇതൊക്കെ 2024 ആലോചിക്കണം അല്ലേ? ഒരു സ്ത്രീ എന്താണ്, ഒരു പുരുഷൻ എന്താണെന്നുള്ളതാണ് ആദ്യം പഠിപ്പിക്കേണ്ടത്. സ്ത്രീ എന്താണ്, പുരുഷൻ എന്താണ്, ഇവരുടെ ആവശ്യങ്ങൾ എന്താണ്, ഇവരുടെ അവയവങ്ങൾ എന്താണ്, എന്തിനൊക്കെയാണ്, ഇതെങ്ങനെയൊക്കെയാണെന്നല്ല പഠിപ്പിക്കേണ്ടത്. നമ്മളൊരു വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ പ്രവർത്തന രീതിയല്ലേ പഠിപ്പിക്കേണ്ടത് ആദ്യം. അല്ലാതെ വാഷിംഗ് മെഷീൻ എന്താ പഠിപ്പിക്കണം? ഇപ്പോൾ നമ്മൾ വാങ്ങുമ്പോൾ ഈ വാഷിംഗ് മെഷീൻ എത്രയുണ്ട് റീച്ച്, അല്ലെങ്കിൽ എത്ര തുണി കഴുകും. അപ്പം നമ്മൾ ഒരു സാധനം വാങ്ങുന്ന സമയത്ത് ആ സാധനത്തിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് പഠിക്കണം അല്ലേ? ഇത് രണ്ട് പ്രവർത്തനങ്ങളെ ഒട്ടും അറിയാത്ത ആൾക്കാരാണ് ഈ രണ്ട് സാധനം പ്രവർത്തിപ്പിക്കാൻ അല്ലേ? ഇത് എവിടെ തൊട്ടാൽ പ്രവർത്തിക്കും, എവിടെ തൊട്ടാൽ പ്രവർത്തിക്കില്ല എന്നുള്ളതൊന്നും അറിയില്ലല്ലോ. ഈ സ്ക്രിപ്റ്റിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഇത് ഇപ്പം നമ്മൾ സ്ക്രിപ്റ്റ് വായിക്കുന്നു, ഫുൾ വായിച്ചിട്ടാണല്ലോ അതിലേക്ക് അറ്റംപ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. കഥ കേൾക്കുന്ന സമയത്ത് അപ്പം നമ്മൾ ഒന്ന് ഇമാജിൻ ചെയ്യും ഇങ്ങനെ ആയിരിക്കാം സിനിമ. അതിപ്പം ഈ സിനിമ എന്നല്ല, നമ്മൾ എല്ലാ സിനിമകളും ചെയ്യുന്ന സിനിമകൾ നോക്കുമ്പോൾ നമ്മളൊന്ന് ഇമാജിൻ ചെയ്യും എൻ്റെ ക്യാരക്ടർ ഇങ്ങനെ ആയിരിക്കാം, കഥ ഇങ്ങനെ ആയിരിക്കാം പോകുന്നത്, ഗംഭീരമാകാമെന്ന്. ചില സിനിമകൾ പക്ഷേ ഔട്ട് ഇറങ്ങുമ്പോൾ അതിൻ്റെ ഫൈനൽ റിസൾട്ട് കാണുമ്പോൾ വളരെ നിരാശ തോന്നാറില്ല. അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ നിരാശ ഒന്നും ഇതുവരെ തോന്നിയിട്ടില്ല. പക്ഷേ ഈ സിനിമയിൽ എല്ലാ സിനിമകളും അപ്രോച്ച് ചെയ്യുന്ന പോലെയാണ് ഞാൻ ആദ്യം അപ്രോച്ച് ചെയ്തത്. പക്ഷേ സെറ്റിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് സംവിധായകൻ അങ്ങനെയല്ല വേണ്ടതെന്ന് മനസ്സിലായത്. അത് ചില ഈ സിനിമ എന്നല്ല എല്ലാ സിനിമകളിലും നമ്മുടേതായിട്ടുള്ളൊരു ഹോം വർക്ക് നമ്മൾ ചെയ്തിട്ടാണ് പോണേ. പക്ഷെ അവിടെ ചെല്ലുമ്പോഴത്തേക്കും അതൊന്നും ആയിരിക്കില്ല അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ്. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കി അങ്ങനെ ഒരുപാട് ഹോം വർക്ക് ചെയ്ത് പോകണ്ട. അത് ഷൈനിൻ്റെ അപ്രോച്ച് അങ്ങനെ തന്നെ. ഷൈൻ ആ ഒരു അല്ലേ ഒരുപാട് ഹോം വർക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മൾ ഹോംവർക്ക് ചെയ്യണം. എന്നാലേ നമുക്ക് അതിന് കട്ട് ഡൗൺ ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നും ആലോചിക്കാതെ പോകാന്നുള്ളതല്ല, ഇത് തന്നെയാണ് എനിക്ക് അവിടെ ചെയ്യേണ്ടത്, ഞാൻ ചെയ്യുള്ളൂ എന്നുള്ള ആ ഒരു, അതാണ് ഫ്ലെക്സിബിലിറ്റി നല്ലോണം വേണം നമുക്ക്. ആ ഡയറക്ടറിന് എന്താണ് അദ്ദേഹം കാണുന്നത് അതുപോലെ ചെയ്യാൻ നമ്മൾ റെഡി ആയിരിക്കണം. ഇപ്പോൾ കമൽ സാറിൻ്റെ കാര്യം പറയുമ്പോൾ ഷൈന് നമ്മൾ സിനിമയിൽ നിന്ന് തുടങ്ങിയ ആ ഒരു ബാക്ക് സപ്പോർട്ടാണ്. അപ്പം സാറിൻ്റെ ആ ഒരു സംവിധാന രീതിയെക്കുറിച്ചും അന്ന് കണ്ടിരുന്ന ആ ഒരു കമൽ സാർ അല്ലല്ലോ അതേപോലെ തന്നെ ആ എനർജി തന്നെയാണ്. ഡയറക്ഷനില് സാറിന് പുതിയ ശൈലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ ഷൂട്ട് ചെയ്യും. ഒരു പ്ലേ പോലെ ആയിരിക്കും. ഇപ്പോൾ ഒരു ഷോട്ട് ആക്ഷൻ പറഞ്ഞ് കട്ട് പറയുന്നതിൻ്റെ ഇടയിൽ ലെങ്തി ആയിരിക്കും ആ ഷോട്ട്, മനസ്സിലായി? അത് 1, 2, 3, 4 മിനിറ്റ് പോകാം. പക്ഷെ അന്ന് ഒരു ഷോട്ട് എന്ന് ആക്ഷൻ പറഞ്ഞ് കട്ട് പറയുന്നതിൻ്റെ ഇടയിൽ ചിലപ്പോൾ 3-4-5 സെക്കൻഡുകളേ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ ഏറി വന്നു കഴിഞ്ഞാൽ 10-15 സെക്കൻഡ് അല്ലെങ്കിൽ 30 സെക്കൻഡൊക്കെ ഉണ്ടാവുള്ളൂ. വലിയ ഷോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30-ന് മേലെ സെക്കൻഡുകൾ പോണതാണ്. അപ്പോൾ എന്താണ് എക്സാക്റ്റ് ഈ ആംഗിൾ എന്ന് വേണ്ടത് അത് മാത്രമേ അവർ മുറിച്ചെടുക്കുള്ളൂ, കാരണം ഫിലിമിലാണ്. അത് അങ്ങനെയായിരിക്കില്ല ചിലപ്പോൾ ഗ്രേസ് വരുന്ന സമയത്ത് ഷൂട്ട് ചെയ്തിട്ടുള്ളത്, അല്ലല്ലോ. ഒരു ആംഗിളിൽ നിന്ന് ഫുൾ പ്ലേ എടുക്കില്ലേ, പിന്നെയല്ലേ വേറെ ആംഗിളിൽ പോയി പ്ലേ എടുക്കുക. പക്ഷെ ഇവിടെ വന്നപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടിയത് ആ ഭാഗത്തായിരിക്കും. അപ്പം ഇവർ നോക്കുമ്പോൾ അയ്യോ അഭിനയിച്ച പോലും തോന്നില്ല. എല്ലാം ഈ ആംഗിൾ, ഈ സൈഡിൽ നിന്ന് ഇത്രയും കട്ട് ചെയ്തെടുക്കും, പിന്നെ ആ ആംഗിളിൽ നിന്ന് കട്ട് ചെയ്യും, ഇങ്ങനെ കട്ട് ചെയ്ത് അപ്പോൾ ഇതെന്തപ്പം നമ്മൾ ചെയ്യണത്? ഞാനിത് സാറിൻ്റെ അടുത്ത് കണ്ടിട്ടുണ്ട്. ഞാൻ വരുന്ന സമയത്ത് അങ്ങനെയാണ് കട്ട് ചെയ്തെടുത്തിരുന്നത്. അല്ല, പക്ഷെ ഇതിനു മുന്നേ പടങ്ങൾ ചെയ്തിട്ടുണ്ടാവില്ലേ കട്ട് ചെയ്തിട്ട്? സാറാകുമ്പോൾ കുറച്ചും കൂടി അക്കാഡമിക് ആയിട്ടായിരിക്കും ചെയ്യുക. എക്സാക്റ്റ് അത് മാത്രമേ വേണ്ടോ. അപ്പൊ ഇവര് ഇങ്ങനെ ഇത്ര മതിയാ പോരെ അഭിനയിച്ചത് കൂടി പോയില്ലേ. സാറ് പറയും ഇന്നതുപോലെ ചെയ്താൽ മതി പറയുമ്പോൾ അയ്യോ ഇതെന്താ ഇങ്ങനെ. അപ്പം നമ്മൾ മുമ്പ് നിന്ന് ആ പൊസിഷനിലാണല്ലോ. സാറ് നമ്മളെ അവിടെ നിന്നൊക്കെ മാറ്റിയിട്ടായിരിക്കും ചിലപ്പോൾ ചെയ്യിച്ചിട്ടുണ്ടാവുക. പക്ഷെ കണ്ടിന്യൂറ്റി, നമ്മൾ ഈ കണ്ടിന്യൂറ്റി ഒക്കെ നോക്കി പിടിക്കുമ്പോൾ സാറിന് അങ്ങനെയല്ല വേണ്ടത്. ഇത് അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും ഇത് കമൽ സാറിൻ്റെ സിനിമയാണെന്നേ ഞാൻ പറയുള്ളൂ. സാറിൻ്റെ ആ ഒരു മെത്തേഡ്. സാറാണെങ്കിലും നമ്മൾ കണ്ടു വളർന്ന പടങ്ങളൊക്കെ അങ്ങനെയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷെ നമ്മൾ അഭിനയിക്കുന്ന സമയത്ത് പുതിയ ഈ ഡിജിറ്റലിലേക്ക് മാറിയപ്പോൾ ഫിലിമിൻ്റെ പ്രശ്നമില്ല, എത്ര വേണമെങ്കിലും ഷൂട്ട് ചെയ്യാം. പണ്ട് എക്സാക്റ്റ് ആ ഫിലിം ഒരു റീലിൽ ഇത്രയല്ലേ ഉള്ളൂ, അത് വന്നിട്ട് തീരും 4 മിനിറ്റിൽ അടിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ 5 മിനിറ്റിൽ ഷോട്ട് എടുക്കാൻ പറ്റില്ല, അതിന് ഡബിൾ റീലുള്ള സാധനം കൊണ്ടുവരണം. ഡിജിറ്റലാകുമ്പോൾ അതിനെക്കാട്ടും കൂടുതൽ എടുക്കാം. അപ്പോൾ ഒരു പ്രാവശ്യം ഓൺ ചെയ്ത് വെച്ചിട്ട് ഒരു 6 മിനിറ്റൊക്കെ പോണ ഷോട്ട് വരെ എടുക്കാം. അങ്കമാലി ഡയറീസിൽ ആ പോണ ഒറ്റ ഷോട്ടല്ലേ, അതൊന്നും ഒന്നും ആലോചിക്കാൻ പറ്റില്ല. അപ്പോൾ ടെക്നിക്കലി വളരുന്നത് കൊണ്ട് അതാണ്. പക്ഷേ ഈ ബേസ് ടെക്നിക്ക് അറിഞ്ഞാലാണ് ഇതിനൊക്കെ ബ്രേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ബേസ് ടെക്നിക്കുമായി വന്നതാണ് ഇവർക്ക് മുന്നേ ഒരു വേറെ ടെക്നിക്ക് ഉണ്ടായിരുന്നു. ആ ടെക്നിക്കിന് ഇവരിപ്പോൾ ബ്രേക്ക് ചെയ്യുന്നുണ്ടോ സാർ? ഇപ്പോൾ കമൽ സാർ ആണെങ്കിലും ഓരോരുത്തർക്ക് അറിയാവുന്ന ടെക്നിക്കിലൂടെയാണ് അവർ എടുക്കുന്നത്. പിന്നെ ഓരോ വിഷയങ്ങൾ സംസാരിക്കുന്നതിനും ടെക്നിക്കുകൾ വ്യത്യാസം വരാം, മനസ്സിലായോ? ഇതുപോലെ ആയിരിക്കില്ല ചിലപ്പോൾ ഇപ്പോൾ വേറൊരു കഥ ചൂസ് ചെയ്യുമ്പോൾ എടുക്കുന്നത്. ഇത് വ്യക്തികൾക്കിടയിലുള്ളതും ഉള്ള സംഘർഷങ്ങളായതുകൊണ്ട് കുറച്ചും കൂടി ഇൻറ്റിമേറ്റ് ആയിട്ട് കുറച്ച് ക്ലോസ് റേഞ്ചിലൊക്കെ ആയിരിക്കും പറയുന്നത്, പ്ലേനേക്കാൾ കൂടുതൽ. ഇപ്പോൾ ഷൈനും ഈ ഫീൽഡിൽ വന്നിട്ട് ഒരു 22 വർഷം. ഈ 2002 ശേഷം ഒരു ഗ്യാപ്പ് വരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് സിനിമയിൽ നടക്കുന്ന വളർച്ചകളെല്ലാം ഷൈൻ കാണുന്നുണ്ട്. 2002 തുടങ്ങുന്നു. 2011 പിന്നെ ഗദ്ദാമയിലൂടെ വരുന്നത്. അപ്പം അത് കഴിഞ്ഞ് കുറച്ചധികം സിനിമകളിൽ ഇത്രയും സിനിമകൾ ചെയ്യുന്നു. സെൽഫായിട്ട് എടുത്തിട്ടുള്ള എന്തെങ്കിലും എഫേർട്ടുകൾ അല്ലെങ്കിൽ ചലഞ്ചുകൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ ഏറ്റവും പ്രയാസപ്പെട്ട ഏതെങ്കിലും ഒരു കഥാപാത്രം ഉണ്ടായിട്ടുണ്ടോ? പ്രയാസപ്പെട്ട കഥാപാത്രങ്ങളല്ല, സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. കാരണം നമ്മൾ അഭിനയിച്ച് തുടങ്ങുന്ന സമയത്ത് കുറച്ച് പടങ്ങളൊക്കെ വർക്കായി വരുമ്പോൾ നമുക്കൊരു സ്റ്റൈൽ കിട്ടും. ഇതിനെ ബ്രേക്ക് ചെയ്യാൻ ചിലപ്പോൾ ചില ലൊക്കേഷനിൽ നിന്ന് നമ്മൾ ചെയ്താൽ ശരിയാവില്ല, അത്രയും അവർ പറയണ പോലെ ആവില്ല. അപ്പോൾ നമുക്കൊരു ഈഗോ വരും, ഇതെന്താ ഞാനൊരു ആക്ടർ, ഞാൻ ചെയ്യുന്നത് ശരിയാവുന്നില്ല. അതിപ്പോൾ ഇവർക്ക് തോന്നുന്ന പോലെ എല്ലാ ആക്ടേഴ്സിനും തോന്നുന്നത്. അതിനെ ബ്രേക്ക് ചെയ്യാൻ നമുക്ക് തന്നെ പറ്റണം. കാരണം നമ്മൾക്ക് അറിയാവുന്ന ഒരു സാധനം അല്ല നമുക്ക് മറ്റേ ഡയറക്ടർക്ക് വേണ്ടി വരിക. അല്ലെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യുന്നത് കൊണ്ട് സെയിം സാധനം തന്നെയല്ലേ ഉണ്ടാവുള്ളൂ. അതായത് കഥാപാത്രം മറ്റൊരു സിനിമയുടെ കഥാപാത്രത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ? നമ്മൾ ചെയ്യുന്ന നമ്മുടെ ഒരു അഭിനയ ശൈലി ഉണ്ടല്ലോ, അതിനെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും. നമ്മൾ വേറൊരു എവിടെ ചെന്ന് അഭിനയിക്കുമ്പോഴാണെങ്കിലും അതിനെ ചില ഡയറക്ടേഴ്സ് നമ്മുടെ പടം കണ്ടിട്ട് വിളിക്കില്ലേ, അവർ പടം കണ്ടിട്ട് വിളിക്കണത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേപോലെ ആവാതിരിക്കാൻ അവർ ശ്രമിക്കും. അപ്പോൾ അത് നമ്മുടെ ഒരു ശൈലീനെ വേറൊരാൾ തകർക്കാൻ, അതങ്ങനെയല്ല എന്ന് പറയുമ്പോൾ നമുക്കൊരു പ്രശ്നമില്ല. അതെന്തായാലും എൻ്റെ ശൈലി അത് ആക്ടറും ഡയറക്ടറും നമ്മൾ സംഘർഷമാണ്.
അത് ഉള്ളിൽ ഉണ്ടാവില്ലേ, അത് ചിലപ്പോൾ ഈ പ്ലേകൾ എടുക്കുമ്പോൾ വരില്ലായിരിക്കാം, പക്ഷേ ഈ കട്ട് ചെയ്ത് വളരെ ന്യൂട്ടായിട്ട് കട്ട് ചെയ്ത് എടുക്കുന്ന പടങ്ങളിൽ അത് വരാം. അങ്ങനെ നമുക്ക് തോന്നും ഇയാൾക്ക് ഇപ്പം എന്താ വേണ്ട, പിന്നെ എന്നെ വിളിച്ച് ഇത് ചെയ്യുക എന്നൊക്കെ, അങ്ങനത്തെ പല പ്രശ്നങ്ങളും. പക്ഷേ ഒരു ഡയറക്ടറിനെ വിശ്വസിക്കുക, അയാൾ പറഞ്ഞ അനുസരിക്കുക എന്നുള്ളതാണ് അൾട്ടിമേറ്റ്ലി പടവുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന എല്ലാവരും ചെയ്യുന്നത്. കാരണം ഇത് ഡയറക്ടേഴ്സ് ആർട്ടാണ്, അപ്പോൾ അവർക്കൊരു ഐഡിയ ഉണ്ടാവും. ഐഡിയ ഉള്ളവരെ കാര്യമായിട്ട് പറയണം. ഞാൻ ഈ ഗ്രേസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കനകം, കാമിനി, കലഹം അതുവരെ നമ്മളൊരു കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള കുറച്ച് ഫണ്ണി ആയിട്ടുള്ള കഥാപാത്രം ചെയ്തിട്ട് ഭയങ്കര ഒരു ഷിഫ്റ്റാണ് പിന്നെ റോഷാക്കിലേക്ക് വരുമ്പം കാണാൻ പറ്റുന്നത്. അപ്പം ആ കഥാപാത്രത്തിനെ ഉൾക്കൊള്ളുക, അത് പ്രസൻറ്റ് ചെയ്യുക, അതെങ്ങനെയാണ് ആ ഒരു മെത്തേഡ്, അല്ലെങ്കിൽ അത് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ്? അപ്പോൾ ഒന്നിൽ നിന്ന് അടുത്തയിലേക്ക് പോകുമ്പോൾ നമ്മൾ അതിനെ അവിടെ ഉപേക്ഷിച്ചിട്ടാണ് അടുത്തയിലേക്ക് പോകുന്നത്, പിന്നെ അതിനെപ്പറ്റി ചിന്തിച്ചിരിക്കലില്ല. പക്ഷേ ചില സന്ദർഭങ്ങളിൽ ചില സംവിധായകർ പറയും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ഞാൻ മധുവിധു എന്ന് പറഞ്ഞൊരു വെബ് സീരീസ് ചെയ്തു, നിതിൻ രഞ്ജി പണിക്കറിൻ്റെ, സുരാജേട്ടനാണ് അതിനകത്ത് നായകൻ. അല്ല ചെയ്തു. അപ്പം അതിൽ എന്നെ വിളിച്ചപ്പോഴത്തേക്കും തന്നെ പറഞ്ഞത് കനകത്തിൽ ചെയ്ത ആ ചെറിയ മാനറിസംസ് ഒക്കെ നമുക്ക് വേണം എന്ന് പറഞ്ഞു. അപ്പം പക്ഷെ ഒരിക്കലും നമുക്ക് ആ ക്യാരക്ടറിനെ ഈ ക്യാരക്ടറിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോഴും നമ്മൾ ഒരെണ്ണം അവിടെ ചെയ്തു വെച്ചാൽ അത് പിന്നെ റീക്രിയേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ അത് ഇറ്റ്സ് ഇമ്പോസിബിൾ. അത് തന്നെ റീക്രിയേറ്റ്, അത് വേറൊരു ക്യാരക്ടർ അല്ലേ, വേറൊരു ഹ്യൂമൻ ബീയിങ് ആണത് നമ്മുടെ ഭാഷയിൽ സംസാരിക്കുകയാണെങ്കിൽ. അപ്പം ഇതിനകത്ത് അത്യാവശ്യം ഇത്തിരി വട്ടക്കുള്ള ഒരു ക്യാരക്ടറാണ് മധുവിധിയിൽ പ്ലേ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഒരിക്കലും അതിനെ അന്വേഷിച്ച് പോവാനോ അതുപോലെ വേണമെന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ ചെയ്യാനോ, അത് ആ രതീഷ് ബാലകൃഷ്ണ പൊതുവാളിൻ്റെ അയാളുടെ ക്രിയേഷനാണ്. അതെ അതെ അതെ, അദ്ദേഹത്തിൻ്റെ ക്രിയേഷനാണ് അത്. അതിൽ നിന്നും എന്ത് ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാമെന്നുള്ളത് അത് നമ്മുടെ ഹോംവർക്കാണ്, നമ്മൾ പ്ലേ ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ അതിൽ സംവിധായകന് ഹാപ്പി ആവുന്ന വരെ ഓപ്ഷൻസ് കൊടുക്കുക, എപ്പോഴും ഒരു കാര്യത്തിൽ സ്റ്റക്കായിട്ടിരിക്കാതെ ഓപ്ഷൻസ് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ ഞാൻ ഗ്രേസ് എനിക്ക് ഇന്ന സാധനം വേണമെന്ന് പറയുമ്പോൾ നമ്മൾ ചേട്ടാ ഞാൻ ഇങ്ങനെ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ഓപ്ഷൻസ് കൊടുക്കുമ്പോൾ അദ്ദേഹം പിക്ക് ചെയ്യും, ഇത് മതി, ഇത് ചെയ്തോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകുന്ന പല പെട്ടെന്ന് വരുന്നതാണോ? അതെ, ഇത് അറിയത്തില്ല, അങ്ങനെ സ്പോണ്ടേനിയസ് ആയിട്ട് അങ്ങനെ വരുന്നതാണ്. അത് എപ്പോഴും നടക്കില്ല, പക്ഷേ എനിക്ക് ഹ്യൂമർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഹ്യൂമർ ഒരു പ്ലോട്ട് കിട്ടിക്കഴിയുമ്പോൾ എനിക്കത് അങ്ങനെ നാച്ചുറലായിട്ട് വരും. യെസ്. കമൽ സാറിൻ്റെ കാര്യം തന്നെ വീണ്ടും സംസാരിക്കാം. സാർ എപ്പോഴെങ്കിലും പറഞ്ഞിരുന്നു എന്തുകൊണ്ടാണ് ഷൈൻ തന്നെ നായകനായി വേണം എന്ന് ചോദിച്ചിരുന്നോ? ഞാൻ ചോദിച്ചിരുന്നു. ആണോ? അപ്പോൾ ഷൈൻ അല്ലാതെ ഷൈൻ അല്ലാതെ വേറെ ആരെയും ഇതിനകത്ത് ചിന്തിക്കാൻ പറ്റില്ല. കാരണം ഇതിന് അതിൻ്റെതായ നെഗറ്റീവ് ഷെയ്ഡുകളുണ്ട്. നെഗറ്റീവ് ഷെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴുള്ള എല്ലാ ക്യാരക്ടേഴ്സിനാണെങ്കിലും നെഗറ്റീവ് ഷെയ്ഡും ഉണ്ടല്ലോ. ലീഡ് ക്യാരക്ടർ ചെയ്യുന്ന ആൾക്കാർക്ക് നെഗറ്റീവ് ഷെയ്ഡിലുള്ള ക്യാരക്ടേഴ്സ് നമുക്ക് കുറച്ചും കൂടി ചെയ്യാൻ താല്പര്യം, അല്ലെങ്കിൽ ആളുകൾക്ക് ഇഷ്ടപ്പെടില്ല. എല്ലാം ഭയങ്കര നന്മയുള്ള പറയാത്ത, അങ്ങനെ ഒരു കളവും ചെയ്യാത്ത ആൾക്കാരില്ലല്ലോ ഇപ്പോൾ. ഒന്ന് ഇന്ററപ്റ്റ് ചെയ്തോട്ടെ, ഇതിനകത്ത് ഷൈൻ ചെയ്യുന്ന ക്യാരക്ടർ എനിക്ക് തോന്നുന്നില്ല വേറെ നായകൻ നടന്മാർ ഇത്രയും ഒരു എഫേർട്ട് എടുത്ത്. അല്ല, എഫേർട്ട് എടുക്കാന്ന് പറഞ്ഞാൽ അതിപ്പോൾ എനിക്ക് അത് പ്രശ്നമില്ലാത്തത് കൊണ്ടാണ്. അത് പ്രശ്നമുള്ള ആളുകൾ ഒരുപാട് പേരുണ്ട്. കാരണം അത് അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പം എൻ്റെ അടുത്ത് ആൾക്കാർ ക്യാരക്ടർ ചെയ്ത് കഴിഞ്ഞിട്ട് അതുപോലെയാണെന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. അത് നമുക്കറിയാം, വിചാരിച്ചാലും വിചാരിച്ചില്ലെങ്കിലും. ഇല്ല, കാരണം എന്താ വെച്ചാൽ എനിക്ക് അതിനോട് മോശം ഇമേജുകളൊക്കെ ഉണ്ടായിരുന്നു. മോശം ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിലിം ഇൻഡസ്ട്രി അല്ല, ഈ PRO വർക്കുകൾ കൂടുതൽ, അല്ലെങ്കിൽ PRO ഉള്ള ആവശ്യമുള്ള മേഖലകളാണല്ലോ. ഈ PROയിൽ ഏറ്റവും കൂടുതൽ വർക്കാവുന്നത് മോശം വാർത്തകളാണ്. കാരണം ഒരു മോശം വാർത്ത റീച്ച് ആവുന്നതും ട്രാവൽ ആവുകയും അത്ര നല്ല വാർത്ത റീച്ച് ആവില്ല. കൺസേൺ അല്ല. എന്തിനാ കൺസേൺ ആവണം? നമ്മൾ പെർഫോം ചെയ്യല്ലേ, ഇത് പെർഫോം ചെയ്യാണെന്ന് നമുക്കറിയാലോ അല്ലേ. പക്ഷെ എല്ലാവരും ആ രീതിയിൽ എല്ലാവരും മനസ്സിൽ ഞാൻ നന്നായിരിക്കണം, ഞാൻ വാശി പിടിക്കേണ്ട കാര്യമില്ലല്ലോ. അല്ല, ഇപ്പം കഥാപാത്രങ്ങളാണെങ്കിലും ഷൈനിന്റെ പോസിറ്റീവ് കഥാപാത്രങ്ങൾക്കാളും പ്രേക്ഷകർക്ക് കൂടുതൽ ഇഷ്ടം നെഗറ്റീവ് ഷെയ്ഡ്സ് ഉള്ള കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ള ആർക്കും അവർക്ക് ഇഷ്ടം അത് അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഇഷ്ടപ്പെട്ടതുകൊണ്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ ഒരുപാട് പോസിറ്റീവ് ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ അത് ചിലപ്പോൾ വർക്കാവൂല, ചിലപ്പോൾ ഞാൻ നെഗറ്റീവ് ചെയ്യുന്നതായിരിക്കും വർക്കാവുക. ഇനിയിപ്പോൾ അവരെന്ത് വിചാരിച്ചാലും, എന്നെ പറ്റിയിട്ട് വിചാരിച്ചാലും അത് അവരുടെ വിചാരമല്ലേ, എൻ്റെ വിചാരമല്ലല്ലോ. അങ്ങനെയാണ് ഈ നെഗറ്റീവ് കമന്റ്സുകളെയും ട്രോൾസുകളെയൊക്കെ നേരിടുന്നതല്ല. നെഗറ്റീവ് വാർത്തകളാണ് കൂടുതൽ റീച്ച് ആവുള്ളൂ, മനസ്സിലായ? നെഗറ്റീവ് വാർത്തകളാണല്ലോ, അതിൽ നെഗറ്റീവ് വാർത്തകൾ കൂടുതൽ റീച്ച് ആവും. ഒരു നല്ല വാർത്ത റീച്ച് ആവില്ല. ഇപ്പം നല്ല വാർത്ത എന്ന് പറഞ്ഞിട്ട് മനോരമ ഒരു പ്രോഗ്രാം കാണിക്കുന്നില്ലേ, നല്ല വാർത്ത കുറച്ചുള്ളൂ, അത് റീച്ച് ഒന്നുമില്ല. അപ്പം ബാക്കിയുള്ള വാർത്തയൊക്കെ മോശമാണെന്നാണ്
അപ്പോൾ നമ്മുടെ ആളുകൾക്ക് തന്നെ അറിയാം, വാർത്തകൾ കൂടുതൽ ആളുകളിലേക്ക് എത്തണമെങ്കിൽ അതിൽ കുറച്ച് കുശുമ്പും മുന്നായ്മയും ഇല്ലേ, കുറച്ച് മസാലയൊക്കെ ചേർക്കണ്ടേ? വേണ്ട, അല്ലെങ്കിൽ ആരെങ്കിലും വായിക്കൂ നല്ല വാർത്ത? അല്ല, എന്താ പ്രേക്ഷകർക്ക് കൗതുകമുള്ള കൗതുകം അതാണ്. ഒരാളെ പറ്റി മോശം കേൾക്കാൻ കൗതുകം അല്ലേ? അവിടെ കാര്യം പറഞ്ഞു, അവിടെ സഹായിച്ചു അങ്ങനെ ചോദിക്കുമാരെങ്കിലും. എന്തിനാ ഇത് വാർത്ത കേൾക്കാനേ രസം അല്ലേ? പെൺകുട്ടികൾക്കിടയിൽ തന്നെ നോക്കാമല്ലോ. പെൺകുട്ടികൾക്ക് ഒരു പെൺകുട്ടീനെ കുറിച്ച് മറ്റൊരു പെൺകുട്ടിക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാവും ഇല്ലേ? പുരുഷന്മാർക്കിടയിൽ ഈ ഗോസിപ്പുകൾ ഇല്ല, നമ്മൾ അതുപോലും പറയില്ല. അതെങ്ങനെ എത്ര ഉറപ്പിച്ചു പറയാൻ പറ്റും? ഞാൻ പറയാറില്ല, ഗോസിപ്പ് പറയില്ല. പക്ഷെ ഉള്ളിലുണ്ടാവും, നമ്മളത് പുറത്ത് പറയില്ല. അത് ഷൈൻ പറയില്ലായിരിക്കാം, പക്ഷെ അങ്ങനെ എല്ലാ പുരുഷന്മാരും പുരുഷന്മാരെ പറ്റി ഗോസിപ്പ് പറയാറില്ല. കാരണം എല്ലാവരും ഒരേപോലെ. സ്ത്രീകളെ പറ്റി പറയാറില്ലേ? സ്ത്രീകളെ പറ്റി സ്ത്രീകൾ തന്നെയാണ് കൂടുതലും പറയുന്നത് ഗോസിപ്പ്. പറയുന്നത് ഒരു പുരുഷനേക്കാളും. കാരണം ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഒരു സ്ത്രീ സുഹൃത്തുക്കൾക്കും പുരുഷ സുഹൃത്തുക്കൾ ഇല്ല. ഇല്ല എന്ന് പറയുമ്പോൾ അവർ പറയണ ആൺകുട്ടികളായിട്ട് കൂട്ടുകൂടാൻ നല്ലത്. നമ്മൾ അവരായിട്ട് കൂട്ടുകൂടുമ്പോൾ അവരെ ഫ്രണ്ട്സിനെയൊക്കെ പരിചയപ്പെടാമല്ലോ വിചാരിക്കും. അപ്പോൾ അവർക്ക് ഒരു ഫ്രണ്ട്സ് ഉണ്ടാവില്ല. ഇനി നമ്മൾ പറ്റിക്കാൻ വേണ്ടി പറയണ നിങ്ങൾക്ക് എങ്ങനെയാണ്? സ്ത്രീ സുഹൃത്തുക്കളാണോ കൂടുതൽ? സ്ത്രീ സുഹൃത്തുക്കളും ഉണ്ട്, പുരുഷന്മാരായിട്ടുള്ള സുഹൃത്തുക്കളും ഉണ്ട്. ഓക്കെ ഓക്കെ. സ്ത്രീ പുരുഷ വിഭേദം ഇല്ലാത്ത അങ്ങനെയാണ്. പക്ഷെ ഞാൻ കൂടുതലും നമ്മുടെ സുഹൃത്തുക്കൾ പറയുന്നത് അവർക്ക് ആൺ സുഹൃത്തുക്കളാണ് കൂടുതൽ. അത് എപ്പോഴും ഓപ്പോസിറ്റ് ആയിട്ടാണ് കൂടുതൽ കെമിസ്ട്രി വർക്കാവുള്ളൂ. നമ്മുടെ നാട്ടിൽ മാത്രമാണ് പെൺകുട്ടികളായിട്ട് കൂട്ടുപാടാനുള്ളൂ, ആൺകുട്ടികളായിട്ട് കൂട്ടുപാടാനുള്ളൂ. എൻ്റെ ഒരു സുഹൃത്ത് പുറത്തുള്ള യൂറോപ്പിലൊന്നും പറയും ഇവിടെ ലെസ്ബിയൻസും കേസാണോ? അങ്ങനെ ആണുങ്ങളാണ് ബൈക്കിൽ പോവുക, കെട്ടി പിടിച്ചു പോവുക, സംസാരിക്കുക. പെണ്ണുങ്ങൾ മാത്രം ഒരുമിച്ച് കിടക്കുക, സംസാരിക്കുക അല്ലേ? ഇവിടെ അങ്ങനെ മാറി ഒരാണും പെണ്ണും നിൽക്കുമ്പോൾ തന്നെ ആൾക്കാർ കഥകൾ ഉണ്ടാക്കി തുടങ്ങും അല്ലേ? തീർച്ചയായിട്ടും. ഗ്രേസ് 8 വർഷത്തോളമായി മലയാള സിനിമയിൽ. 8 വർഷമായിപ്പോ? അപ്പോൾ അവിടുന്ന് സംസ്കൃത കോളേജിൽ നിന്ന് ഇറങ്ങിയിട്ട് 8 വർഷമായ? തോന്നുന്നില്ലേ? അല്ല, ഹാപ്പി വെഡിങ് ഒക്കെ ശരിക്കും ഇന്നലെ കഴിഞ്ഞ പോലെയാണ്. ഇന്നലെ അത് കുറച്ച് അടുത്തായി പോയി. അല്ല, അതൊക്കെ പെട്ടെന്ന് അടുത്തിറങ്ങിയ ഒരു സിനിമ പോലെയാണ് ഫീൽ ചെയ്യുക. ജസ്റ്റ് ഒരു ചെറിയൊരു റോളിൽ വന്നിട്ട് ഇപ്പോൾ മെയിൻ ലീഡിൽ വരെ നിൽക്കുന്നു. അപ്പം ഈ കഴിഞ്ഞ ഒരു 8 വർഷത്തെ അനലൈസ് ചെയ്യുമ്പോൾ ഗ്രേസിനുള്ളിലുണ്ടായ മാറ്റങ്ങളും ഒരു പുതിയതായിട്ട് കൊണ്ടുവന്ന ഒരു ട്രാൻസ്ഫോർമേഷനും ചിലപ്പോൾ എന്തായിരിക്കാം? നമ്മളെയാണ് എനിക്കൊരു ബ്രേക്ക് തന്നത്. അല്ല, മറ്റേതാണ് ബ്രേക്ക്. അതാണ് വൈറലായത്. ഇത് ബ്രേക്ക്. ഇതാണ് കുറച്ചും കൂടി നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. എനിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടായത്, എനിക്ക് അഭിനയിക്കാൻ പറ്റുമെന്നുള്ളത് ഒരു കോൺഫിഡൻസ്. അല്ലെങ്കിൽ ഇത് ആരെങ്കിലും വിളിക്കുമെന്നുള്ള ടെൻഷൻ. അതെ, പക്ഷേ കുമ്പളങ്ങി എന്നെ വിളിച്ചത് ഹാപ്പി വെഡിങ് കണ്ടിട്ടാണ്. അതെ, അതുകൊണ്ടായിരിക്കും എന്തായാലും കുമ്പളങ്ങി വിളിക്കുന്നത്. കുമ്പളങ്ങി കണ്ടിട്ട് പിന്നെ ഒരുപാട് വിളികൾ വന്നു. അപ്പം എനിക്ക് കോൺഫിഡൻസ്, എനിക്ക് പണ്ട് തൊട്ട് പേടിയൊന്നുമില്ല ക്യാമറ ഫേസ് ചെയ്യാനും സ്റ്റേജിൽ പെർഫോം ചെയ്യാനും. അപ്പം ഞങ്ങൾ രണ്ടുപേരും അതെ ഡാൻസ് പഠിച്ച ആൾക്കാരാണ്. അപ്പം നമുക്ക് സ്റ്റേജ് ഒന്നും ഞാൻ BA ഭരതനാട്യം മാത്രം പഠിച്ചു. അപ്പം നമുക്ക് പേടിയൊന്നുമില്ല. അപ്പം എനിക്ക് പക്ഷെ ഇപ്പോൾ ഇപ്പൊ ആക്ട് ചെയ്യാൻ പേടിയുണ്ടോ? ഇപ്പൊ എനിക്ക് നമ്മൾ ഓരോ സിനിമ ഇമേജ് കോൺഷ്യസ് ആയി തുടങ്ങിയ. ഇമേജ് കോൺഷ്യസ് അല്ലപ്പാ, എനിക്ക് തോന്നുന്നു നമ്മൾ കുറച്ചും കൂടെ നമുക്ക് കുറച്ച് ഉത്തരവാദിത്തം വന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് ഒരു സിനിമ വിജയിക്കുമ്പോൾ അടുത്ത സിനിമ ചെയ്യുമ്പോൾ അതിനെക്കാളും കുറച്ചും കൂടെ നന്നായി ചെയ്യണം, ബെറ്റർ ആയി. ലീഡ് ചെയ്യുമ്പോ എന്തായിരിക്കും ടെൻഷൻ ആലോചിക്കേ? ഇപ്പൊ അനുഭവിച്ചോണ്ടിരിക്കുന്നു. ഇപ്പൊ ഒരു നയൻതാര പോലെ ലീഡ് ചെയ്യുന്ന കഥാപാത്രങ്ങൾ ചെയ്യുമ്പോ ആ ടെൻഷൻ കൂടും. കാരണം മൊത്തം നമ്മൾ അന്വേഷിച്ച്. പക്ഷെ എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് മലയാള സിനിമയിൽ എനിക്ക് ഏറ്റവും പ്രിവിലേജ്ഡ് ആയിട്ടുള്ള കാര്യം, നമുക്ക് സെലക്ട് ചെയ്യാൻ ഒരുപാട് സ്ക്രിപ്റ്റുകൾ എനിക്ക് കിട്ടുന്നുണ്ട്. എനിക്കറിയത്തില്ല എത്ര പേർക്ക് ആ ഭാഗ്യം കിട്ടുന്നുണ്ടെന്ന്. പക്ഷേ സംവിധായകരും എഴുത്തുകാരും എനിക്ക് ഇത് ഗ്രേസ് ഒന്ന് വായിച്ചു നോക്കുക, അല്ലെങ്കിൽ ഗ്രേസിന് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഓപ്ഷനിൽ നമ്മളെ അപ്രോച്ച് ചെയ്യുമ്പോൾ, തുടക്ക കാലഘട്ടത്തിൽ നോക്കുമ്പോൾ ഇപ്പോൾ ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ട് നമുക്ക് തോന്നുകയാണ്. നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റിയ ഓപ്ഷൻസ് കൊണ്ടുവരുന്നുണ്ട്. അപ്പം അതിനകത്ത് എനിക്ക് തോന്നുന്നു, ഞാൻ യെസ് പറയുന്നതിനേക്കാൾ കൂടുതൽ നോ പറയുന്ന സിനിമകളാണ് കൂടുതൽ. പക്ഷേ എന്നാലും ചിലപ്പോൾ അതിൽ ചിലപ്പോൾ വർക്കാവും, ചിലപ്പോൾ വർക്കാവാതിരിക്കും. അതെല്ലാം അതിൻ്റെ ഒരു ഭാഗമാണ്. എന്നാൽ പോലും തിരിഞ്ഞു നോക്കുമ്പം ഒരു സിനിമ പോലും ഇല്ലാണ്ടിരുന്ന കാലഘട്ടത്തിൽ നിന്ന് ഇപ്പം എനിക്ക് ഇന്നത് എടുക്കാം, അല്ലെങ്കിൽ ഇതന്നെ എനിക്ക് വർക്കാവില്ല, അല്ലെങ്കിൽ ഉറപ്പായിട്ടും. അല്ലാതെ വേറൊരു ഓപ്ഷൻ എനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഭരതനാട്യം പഠിച്ചത് അതിന് വേണ്ടിയിട്ടാണ്? അതിന് തന്നെ സിനിമയിൽ വരാനുള്ള ഒരു ഓപ്ഷൻ അങ്ങനെ തന്നെയാണ് പഠിച്ചത്. അപ്പോൾ ഇപ്പം അതാണ് എനിക്ക് ഏറ്റവും വലിയൊരു മാറ്റം വരുന്നത്. നമ്മളെ ഒരു അപ്പോൾ കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമില്ല?
ഉണ്ട്. അല്ലല്ല, സെലക്ട് ചെയ്യുന്നുണ്ട്, ഒഴിവാക്കുന്നുണ്ടല്ലോ ഒരുപാട് പടം. എനിക്ക് പക്ഷെ അങ്ങനെ ഒഴിവാക്കാൻ പറ്റില്ല, എനിക്ക് എപ്പോഴും വർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കണം. നമ്മൾ ഒഴിവാക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ഇല്ലാതിരിക്കാനല്ല നമ്മൾ ഒഴിവാക്കുന്നത്, മികച്ചത് നോക്കിയിട്ടാണ്. എപ്പോഴും സിനിമയിൽ മികച്ചത് തന്നെ കിട്ടണം എന്നില്ല, ഓപ്ഷൻ ഇല്ലാത്ത സമയത്ത് സെലക്ട് ചെയ്യും. പക്ഷെ എന്നാലും നമ്മൾ കമ്മിറ്റ് ചെയ്യുന്ന പടങ്ങൾ ചിലപ്പോൾ വിജയിക്കാതിരിക്കാം, അതെല്ലാം നമ്മളുടെ ഉത്തരവാദിത്തം തന്നെയാണല്ലോ. അതെ, പക്ഷെ നമ്മൾ എപ്പോഴും നമുക്ക് കഥ കേൾക്കുമ്പോൾ ഇത് വിജയിക്കുന്നു തോന്നാറുണ്ടോ, അല്ലെങ്കിൽ ഇത് പരാജയപ്പെടും തോന്നാറുണ്ടോ? ഇല്ല, ചിലപ്പോൾ നമ്മുടെ റോങ് ഡിസിഷൻ ആയിരിക്കാം. അല്ല, അങ്ങനെയല്ല ഞാൻ പറയണത്. പടങ്ങളിലപ്പോൾ വിജയിക്കോ തോൽക്കോ എന്നുള്ളതല്ല നമ്മൾ കോൺഷ്യസ് ആവേണ്ടത്. നല്ല ടീമാണോ, ഇത് വർക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. എല്ലാം ഉണ്ട്, ഇതിന്റെ എല്ലാം. ഇപ്പൊ നല്ലൊരു ടീമിന് എടുക്കുന്ന പടവും മോശമല്ല, വിജയിക്കാതിരിക്കാറുണ്ടല്ലോ. ഷൈൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ്? ഷൈൻ തുടക്കം ക്യാമറയ്ക്ക് പിന്നിൽ വർക്ക് ചെയ്ത ഒരാളാണ്. പിന്നെ ആദ്യമായിട്ട് അഭിനയിക്കുമ്പം എനിക്കിത് ഈ ഒരു അഭിനയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് കൂടുതൽ. അതുകൊണ്ടാണല്ലോ ക്യാമറയ്ക്ക് മുന്നിലേക്ക് വന്നത്. ആദ്യം ക്യാമറ മുന്നിലേക്ക് നിർത്തൂലല്ലോ നമ്മൾ ആദ്യം വന്നോണ്ട്, അവര് പിടിച്ചു നിർത്തണ്ടേ. നമുക്ക് തന്നെ നടനാവാൻ ഇഷ്ടം, പക്ഷെ നടനാവാൻ ഒരു അവസരവും ഇല്ല ഒരാൾക്കും. ഇപ്പൊ ഈ പറഞ്ഞ് ഭരതനാട്യം പഠിക്കാൻ പോയി നടനാവാൻ അല്ലേ, നടിയാവാൻ. എല്ലാ സിനിമകളും കമ്മിറ്റ് ചെയ്യുമോ? ഞാൻ വരുന്ന പടങ്ങൾ എനിക്ക് ഓപ്ഷൻ ഉള്ള സമയത്ത് മാത്രമേ ഞാൻ സെലക്ട് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ പടം ചെയ്യാന്നുള്ളതാണ് താല്പര്യം. ഏത് പടം ചിലപ്പോൾ ഒരു നല്ല ടീമിൻ്റെ അടുത്ത് വർക്ക് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വ്യക്തമാവുന്നത് ഒരു അധികം അത് നന്നായിട്ട് അതിൽ ഇൻവോൾവ് അല്ലാതെ എടുക്കുന്ന ടീമിന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് നമുക്കിപ്പം മനസ്സിലാവും. മറ്റു നല്ലൊരു ആളുടെ ടീമിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒന്നും പഠിക്കാൻ പറ്റിയിരുന്നു വരില്ല, അയാളെ പറയാൻ അനുസരിക്കുകയല്ലോ. അത് നമുക്ക് അങ്ങനെ അലസന്മാരായിട്ടുള്ള ആളുകളുടെ ഇടയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെയാണ് അലസത, ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് മനസ്സിലാവില്ലേ. പാഠങ്ങൾ പഠിക്കാൻ കൂടെ വേണ്ടിയിട്ട്. പഠനങ്ങൾ പഠിക്കാനല്ല, അത് എനിക്ക് അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരിക്കുന്ന സമയത്ത് വർക്ക് ചെയ്യുമ്പോൾ എനിക്കറിയാം. ഞാൻ കമൽ സാറിൻ്റെ ഒപ്പം വർക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ വേറെ ലൊക്കേഷനുകളിലേക്ക് പോകുന്ന സമയങ്ങളിൽ അവിടുത്തെ കൃത്യനിഷ്ഠ ഇല്ലാത്തതും അധികം കോൺസെൻട്രേഷൻ ഇല്ലാത്തൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഭയങ്കര വലിയ മാസ്റ്റർ കൂടെ വർക്ക് ചെയ്യുമ്പോൾ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട് അവർക്ക് പടം ചെയ്യാൻ എപ്പോഴും പേടിയാണ്, കാരണം ഇയാൾ പോലെ ആയിട്ട് വേണ്ട പടം ചെയ്യാമെന്നാണ് അവർ വിചാരിക്കുന്നത്. അപ്പോൾ പറയും മാറി വർക്ക് ചെയ്യണമെന്ന് പറയും അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ്. വേറെ ലൊക്കേഷനിൽ പോകുമ്പോൾ ഇതെന്താ ഇങ്ങനെ ചെയ്യാതെ, അപ്പോൾ ഇതെനിക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്കൊരു തെറ്റ് മനസ്സിലാവുന്ന സമയത്ത്, അത് ശരിയല്ല എന്ന് മനസ്സിലാവുന്ന സമയത്ത് നമുക്ക് അവിടെ എന്താണ് ഉണ്ടാവുന്നത്, ശരി എന്താണെന്ന് അപ്പോൾ മനസ്സിലായിട്ടുണ്ട് അല്ലേ. അപ്പം അത് നമുക്ക് മനസ്സിലാക്കി തരാൻ കൂടിയിട്ട് അവിടെ തെറ്റ് സംഭവിക്കുന്നത്. അപ്പം അതിൽ നിന്ന് നമുക്ക് ശരി അല്ലെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കൂടി മനസ്സിലാക്കാം. ഈ സ്ക്രിപ്റ്റുകളെ സെലക്ട് ചെയ്യുന്നതും ആ ഒരു രീതിയിലാണ്. സ്ക്രിപ്റ്റുകളല്ല നമ്മൾ സെലക്ട് ചെയ്യുന്നത്, കഥകളാണ്. ഒന്നാമത് കഥ വന്ന് പറയുന്ന ആൾ, പിന്നെ അയാൾ പറയുന്ന കഥ അല്ലെങ്കിൽ കഥാപാത്രം, ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് നോക്കുക. അപ്പം ഞാൻ ഇപ്പം ഗ്രേസിനോട് ചോദിച്ച പോലെ നമ്മൾ ഈ കഥാപാത്രം ഇങ്ങനെ ആയിരിക്കുമെന്ന് ഇമാജിൻ ചെയ്യും. അവർ പറയുന്ന സമയത്ത്. പക്ഷെ മേ ബി അത് വർക്കൗട്ട് ആവണം എന്നില്ല. വർക്കൗട്ട് ആവുന്നത് എപ്പോഴും കഥ വർക്കൗട്ട് ആകുമ്പോൾ കഥാപാത്രങ്ങൾ വർക്കൗട്ട് ആവുള്ളൂ. പ്രത്യേകിച്ച് ലീഡ് ചെയ്യുന്ന കഥാപാത്രങ്ങൾ വർക്കാവണമെങ്കിൽ കഥ വർക്കാവണം. അതുകൊണ്ട് നമ്മൾ പറയാറില്ലേ ക്യാരക്ടേഴ്സൊക്കെ കൊള്ളാം, മറ്റേ നായകൻ നന്നായില്ല എന്ന് പറയില്ലേ, കഥ വർക്കാവുമ്പോൾ എപ്പോഴും ലീഡ് ക്യാരക്ടർ നന്നാവുള്ളൂ. ഇപ്പോൾ കുമ്പളങ്ങി വർക്കാവുമ്പോൾ എല്ലാ ക്യാരക്ടേഴ്സും വർക്കായില്ലേ, അല്ലെങ്കിൽ ചില ക്യാരക്ടേഴ്സ് മാത്രം വർക്കാവും, പടം വർക്കാവില്ല. അത് മനഃപൂർവ്വമല്ല, എല്ലാവരും വർക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യണത്. പക്ഷെ ഇതൊരു ഒരു സ്ഥലത്തുനിന്ന് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആവാം. പിന്നെ അത് നാലാൾ കൂടിയിരുന്ന് കാണുമ്പോൾ വ്യത്യാസങ്ങൾ വരും, ചിലപ്പോൾ ഒറ്റയ്ക്ക് ഇരുന്ന് കാണുമ്പോൾ വ്യത്യാസം വരും പടങ്ങൾക്ക്. അങ്ങനെ ഷൈൻ അഭിനയിച്ച സിനിമകൾ കണ്ട് ഇപ്പോൾ അടുത്ത സുഹൃത്തുക്കളാണെങ്കിലും കണ്ടിട്ട് അഭിപ്രായം പറയുമല്ലോ, ഷൈൻ നന്നായി ചെയ്തു, അല്ലെങ്കിൽ കുറച്ചും കൂടെ നന്നാക്കാമായിരുന്നു, ഇങ്ങനെ അഭിനയിക്കാം. അങ്ങനെ ഗുരുക്കന്മാരാണെങ്കിലും സഹപ്രവർത്തകരാണെങ്കിലും ഒക്കെ പറയുന്നത് അത് ഏത് രീതിയിലാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്, ഏത് രീതിയിലാണ് അതിന് വർക്കൗട്ട് ചെയ്യാറുള്ളത്? നല്ല അഭിപ്രായങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷെ മോശം കേൾക്കുമ്പോൾ നമുക്ക് ദേഷ്യം പിടിക്കും. അത് നിങ്ങൾ അപ്പം അങ്ങനെയല്ല കണ്ട്, പക്ഷെ നമ്മൾ പിന്നീട് അതിനെ പറ്റിയിട്ടായിരിക്കും ആലോചിക്കും. അപ്പം നമ്മൾ ന്യായീകരിക്കുമെങ്കിലും പിന്നീട് നമ്മുടെ ഉള്ളിൽ ഇത് കിടന്നിട്ട് ഇത് തന്നെ ഇത് നമ്മൾ എന്തെങ്കിലും പ്രശ്നമില്ലാത്തപ്പോൾ അവരങ്ങനെ പറയില്ലല്ലോ. അപ്പോൾ നമ്മൾ അതിന് വീണ്ടും അത് ചിന്തിക്കുന്നത് അങ്ങനത്തെ കമൻറ്റുകളായിരിക്കും. നല്ല കമൻറ്റുകൾ വീണ്ടും ആലോചിക്കുന്നതുകൊണ്ട് വലിയ കാര്യങ്ങളൊന്നുമില്ല. ആ സമയത്ത് കിട്ടി, ഓക്കെ പോയി, മനസ്സിലായ. അപ്പോൾ നമ്മളെ പറ്റി നെഗറ്റീവായിട്ട് പറയുമ്പോൾ നമുക്ക് അതിന് മുന്നോട്ട് പോകാനുള്ള ഒരു എനർജി കിട്ടും ശരിക്കും, മനസ്സിലായ. ആദ്യം മുതലേ എല്ലാം ശരിയായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്നും മുന്നോട്ട് പോകാൻ പറ്റില്ല. ആദ്യമായിട്ടാണ് ഷൈൻ്റെ കൂടെ ഒരു കോംബോ ചെയ്യുന്നത്, കുറച്ചധികം സീനുകളുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം എങ്ങനെയുണ്ടായിരുന്നു ഷൈൻ എന്ന് പറയുന്ന ഒരു ഇൻഡിവിജ്വൽ ഒരു പേഴ്സണാലിറ്റിയിൽ നിന്ന് ഒരു ആക്ടറിലേക്ക് മാറുമ്പോൾ ഉള്ളൊരു ചേഞ്ച് എങ്ങനെയാണ്? ഇൻഡിവിജ്വൽ പേഴ്സണാലിറ്റിന് മുന്നേ കണ്ടിട്ടില്ലല്ലോ. സിനിമയിൽ വരുന്ന ക്യാരക്ടേഴ്സും കേട്ടറിവ് മാത്രമല്ലേ ഉള്ളൂ പുലിപുരികനെ കുറിച്ച്. അല്ല, അങ്ങനെ ഒരു ഡയലോഗ് ഇല്ല.
ഷൈൻ ഫണ്ണിയാണ് ആക്ച്വലി. പിന്നെ അതേപോലെ ദേഷ്യക്കാരനാണ്. അതുപോലെ കുറച്ച് വെകിളിയുണ്ട്. ആളുകൾക്കൊക്കെ ഒരു വെകിളിത്തരുണ്ട്, സ്ത്രീകൾക്കാണ് വെകിളിത്തരുണ്ട്, മെച്ചൂരിറ്റി കൂടുതൽ അവർക്കാണ്. ഷൈൻ അത് അത്ര ക്ലോസ്ഡ് ആയിട്ട് ഇരിക്കുന്നവരോടാണോ അങ്ങനെ, അതോ എല്ലാവരോടും? അങ്ങനെയാ ഇപ്പൊ അങ്ങനെ എല്ലാവരോടും അങ്ങനെയാ. ഇപ്പൊ നമുക്ക് ഒരാള് ഇപ്പോൾ ആക്ടർ ആവുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പരിചയമില്ലാത്ത ഒരാളെ ഇപ്പൊ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റും, ഇടപഴകാൻ പറ്റും. ഇപ്പം നമ്മൾ ആളുകൾ അറിയാത്ത സമയത്ത് നമുക്ക് അങ്ങനെ ഒരാൾ വന്ന് സംസാരിക്കുമ്പോൾ നമ്മൾ സമീപിക്കുന്ന വ്യക്തി നമ്മളെ അടുപ്പിക്കില്ല. ആക്ടർ ആയതുകൊണ്ട് പടങ്ങളിൽ വരുന്നതുകൊണ്ട് ഗൗരവക്കാരനായിട്ട് നിൽക്കണം എന്നല്ല, നമ്മളെ പെട്ടെന്ന് അവർ സ്വീകരിക്കും. ഇപ്പോൾ ഒരു വീട്ടിലേക്കാണെങ്കിലും ഒരു വ്യക്തിയുടെ സ്പേസിലേക്കാണെങ്കിലും ഒക്കെ. മറ്റേത് നമ്മളെ അങ്ങോട്ട് അടുപ്പിക്കുകയില്ല. പിന്നെ അടുപ്പിച്ചാൽ സംസാരിക്കാൻ പറ്റുള്ളൂ. സംസാരിച്ച് തുടങ്ങിയാലേ കൂടുതൽ ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആക്ടർ ആകുമ്പോൾ നമുക്ക് വളരെയധികം അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ആളുകളുടെ ഇടയിലേക്കുള്ള സ്വീകാര്യത കൂടി. അല്ല, ആളുകൾ സമീപിക്കുമ്പോൾ തന്നെ നമ്മളെ ഷൈൻ പെട്ടെന്ന് എല്ലാവരോടും ഭയങ്കരമായിട്ട് മിങ്കിൾ ചെയ്യും. പക്ഷെ എനിക്കതൊന്നും പറ്റത്തില്ല. എനിക്ക് ആദ്യം ഒരു ബുദ്ധിമുട്ടാണ് എല്ലാവരോടും മിണ്ടാനും പിടിക്കാനും ഒക്കെ. അത് പൊതുവേ പെൺകുട്ടികൾക്ക് ഉണ്ടല്ലോ, പെട്ടെന്ന് അടുക്കില്ലല്ലോ. ഒരുപോലെയല്ല, അല്ല, പെട്ടെന്ന് ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന ആളുകളും ഉണ്ട്, എന്നാലും അവരെ പെട്ടെന്ന് അടുപ്പിക്കില്ല. ഇപ്പൊ ഈ പ്രണയത്തിന്റെ കഥ എല്ലാ ആണുങ്ങൾക്കല്ലേ പെട്ടെന്ന് ആദ്യം തോന്നുക. പിന്നെ ഒരു സമയം എടുത്തിട്ട് സമയം എടുത്തിട്ട് അത് ഇഷ്ടം ഉണ്ടാവുള്ളൂ. ടൈം എടുക്കും. ലവ് അറ്റ് ഫസ്റ്റ് ആയിട്ട് പെൺകുട്ടികൾക്ക് ഉണ്ടാവില്ലല്ലോ, അട്രാക്ഷൻ അല്ലേ ഉണ്ടാവുള്ളൂ. ലവ് തുടങ്ങും, ലവ് അറ്റ് ഫസ്റ്റ് ആയിട്ട് അല്ല സ്ത്രീകൾക്ക്. ലവ് അറ്റ് ഫസ്റ്റ് ഒരു അട്രാക്ഷൻ അല്ലേ നമുക്ക് തുടങ്ങുന്നത്. അങ്ങനെയാണെങ്കിൽ പുരുഷന്മാർക്കും ലവ് അറ്റ് ഫസ്റ്റ് ആയിട്ട് അല്ല അട്രാക്ഷൻ ആണ്. അട്രാക്ഷൻ തന്നെയാണല്ലോ അവർക്ക് ലവ് ഉണ്ടാവുന്നില്ലല്ലോ. ലവ് ഉണ്ടാവുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലവ് രണ്ട് വ്യക്തികൾക്കിടയിൽ ലവ് പിന്നെ നമ്മൾ പറഞ്ഞു ഉണ്ടാക്കണതല്ലേ. ലവ് എന്ന് പറഞ്ഞാൽ ലവ് എന്ന് പറയുന്ന കൺസെപ്റ്റ് അങ്ങനെ അല്ല എന്നാണോ പറയുന്നത്? ലവ് എന്ന കൺസെപ്റ്റ് ഈസ് വെരി ഡിഫറെൻറ്റ് ഫ്രം റൊമാൻസ്. റൊമാൻസ് ആണ് ഉണ്ടാവണം അല്ലേ. പ്രണയം സ്നേഹം ഒന്നാണോ? എന്നാൽ പിന്നെ ഒരു വീട് മതിയായിരുന്നില്ലേ? എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുമല്ലോ. അപ്പം ഈ പ്രണയം എന്ന് പറയുമ്പോൾ ഷൈൻ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? സ്വാർത്ഥത. എൻ്റേതാണ് നീ, നിൻ്റേതാണ് ഞാൻ, നമുക്ക് നമ്മുടെ ലോകം മാത്രം, അങ്ങനെയല്ലേ? നമുക്ക് വേറെ ഏതെങ്കിലും ഗ്രഹത്തിൽ പോയിട്ട് ഒറ്റയ്ക്ക് ജീവിക്കാം. രണ്ടു സമയം മനസ്സിലാവും. അതൊക്കെ നീ അവളെ നോക്കി നീ സംസാരിച്ചു, അവനെ നോക്കി ഞാൻ സംസാരിച്ചോണ്ടിരിക്കും. ടോക്സിസിറ്റി ഉണ്ട് പ്രണയത്തില്, ഇല്ലേ? പിന്നെ എന്തെങ്കിലും സ്വന്തമാക്കണം. ഒരു പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് അവരോട് ജീവിച്ചോട്ടെ, അയാളെ കെട്ടി ജീവിച്ചോട്ടെ എന്ന് വിചാരിക്കും.